ഹായ്. ഇന്ന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾക്കെല്ലാം ആഗ്രഹമുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അത് വിജയത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ നമുക്ക് എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം പല മേഖലകളിലായിട്ട് അത് പടർന്നു കിടക്കുകയാണ്. നമുക്ക് നല്ല സമ്പത്തുണ്ട്. പക്ഷേ ആരോഗ്യമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ ഒരു പരിപൂർണ്ണ വിജയമായിട്ട് കണക്കാക്കുവാൻ സാധിക്കില്ല. എന്നാൽ ആരോഗ്യമുണ്ട്, സമ്പത്തുമുണ്ട്, പക്ഷേ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് വിജയം എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, മനസ്സിന് സമാധാനമുണ്ട്. എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വിജയിയാണ് എന്ന്. പക്ഷേ ഇതെല്ലാം നമുക്ക് സാധ്യമാണോ? അതായത് സാമ്പത്തികമായിട്ടുള്ള വിജയം, ആരോഗ്യം, നല്ല ബന്ധങ്ങൾ, മനസ്സിന് സമാധാനം, സംതൃപ്തി, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് എത്തുവാൻ, വിജയിക്കുവാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ, നിങ്ങൾ നമ്മുടെ സമൂഹത്തിലൊന്ന് സൂക്ഷ്മമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികളുണ്ട് സാമ്പത്തികമായി വിജയിച്ചിരിക്കുന്ന, അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യമുള്ള, നല്ല ബന്ധങ്ങളുള്ള, നല്ല കരിയർ, ജീവിതം, ബിസിനസ്സോ പ്രൊഫഷനോ ഉള്ള, വളരെ മനസമാധാനത്തോടെ ശാന്തമായി, സംതൃപ്തമായി, ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ ഈ തരത്തിലുള്ള വിജയം എല്ലാ മേഖലകളിലും, സാമ്പത്തികമായിട്ടുള്ള വിജയം, ആരോഗ്യപരമായിട്ടുള്ള വിജയം, ബന്ധങ്ങളിലുള്ള വിജയം, മനസ്സിന് സമാധാനം, ശാന്തി, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന, നേടുന്ന, അങ്ങനെയുള്ളൊരു പൊസിഷനിലേക്ക്, അങ്ങനെയുള്ളൊരു വിജയത്തിലേക്ക് എങ്ങനെയാണ് ഇവരൊക്കെ എത്തുന്നത്? ചിലപ്പോൾ നമ്മൾ പറയും, ഓ അതൊക്കെ ഒരു ഭാഗ്യമാണ്, അയാൾക്ക് നല്ല ഭാഗ്യമുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയായി, അതുകൊണ്ട് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയി. ഓ അയാൾ സമ്പന്നരുടെ കുടുംബത്തിലാണ് ജനിച്ചത്, പിന്നെ സാമ്പത്തികമായിട്ട് അയാൾ ഉയർന്നു നിൽക്കുന്നതിൽ എന്താ അത്ഭുതം, അയാൾ ഭയങ്കര ഭാഗ്യവാനാണ്, അയാൾക്ക് അസുഖങ്ങളൊന്നുമില്ല, നല്ല ഭാഗ്യം, ബന്ധങ്ങളൊക്കെ കണ്ടോ, അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ നമ്മൾ ഭാഗ്യത്തിന് കൂട്ടുപിടിച്ച് നമ്മളൊരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നു. പക്ഷേ സത്യത്തിൽ ഇത് ഭാഗ്യമാണോ? അതോ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിച്ചിട്ടുണ്ടോ? സത്യാവസ്ഥ, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാഗ്യമല്ല. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തേ മതിയാകും. അതിനുവേണ്ടി നമ്മൾ വളരെ ഹാപ്പിയായി, പ്ലസൻ്റായി, കെയറിങ് ആയി, ലവിങ് ആയിട്ട് ആളുകളോട് ഇടപെടേണ്ടതുണ്ട്. അത് ഫാമിലി ബന്ധങ്ങളായിക്കോട്ടെ, പുറത്ത് സൗഹൃദ ബന്ധങ്ങളായിക്കോട്ടെ, സമൂഹത്തിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ, അതിന് ശ്രമം നടത്തി അങ്ങനെയാണ് ആ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതും അങ്ങനെ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതും. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, അതിന് ശ്രമിച്ചേ മതിയാവൂ. അതിന് നിങ്ങൾ ബിസിനസ്സോ അല്ലെങ്കിൽ നല്ല നല്ല കരിയറിലേക്ക് പ്രവേശിക്കാനുള്ള എഫേർട്ടോ ഒക്കെ എടുത്തിട്ട് സാമ്പത്തികമായിട്ടുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ശ്രമം ആവശ്യമാണ്. ആരോഗ്യം, അതിന് നിരന്തരം വ്യായാമം ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ചിന്തകൾ മനസ്സിൽ ബോധപൂർവം സൃഷ്ടിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ആരോഗ്യവും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭാഗ്യത്തെ മാത്രം എക്സ്ക്യൂസ് ആയിട്ട് കണ്ട് അതുകൊണ്ടാണ് ആളുകൾ വിജയിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇനി നിങ്ങൾ ഈ മേഖലകളിലൊക്കെ ശ്രമിക്കുന്നുണ്ട്, ആരോഗ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു, സമ്പത്തിന് വേണ്ടി ശ്രമിക്കുന്നു, നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ അവിടെയൊക്കെ പരാജയമാണ്. എങ്കിൽ നമ്മൾ ഈ ശ്രമത്തിനേക്കാളും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകൾ, തിങ്കിങ് പാറ്റേൺ. നമ്മുടെ ചിന്തകൾ ശരിയല്ലെങ്കിൽ നമ്മൾ പുറമെ എന്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും
അതിന് പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ വിജയിക്കുന്നതിനായി. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയായിരുന്ന് നമുക്ക് വിജയിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കും. നമ്മളറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വിജയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മൈൻഡ് തന്നെ. ഇനി നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വളരെ പ്രശസ്തനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, ഫിസിസിസ്റ്റ്, സയൻറ്റിസ്റ്റ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് കൈകാലുകൾ അനക്കാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ലിപ് മൂവ്മെൻറ്റിലൂടെ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടായിരുന്നു മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അനക്കാൻ വയ്യാത്ത ശരീരം വെച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സുപയോഗിച്ച് ഫിസിക്സിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പല തിയറികളും പല വിസ്ഡമും ആളുകൾക്ക് പകർന്നു കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ശരീരത്തിനേക്കാളും ശക്തി നമ്മുടെ മനസ്സിനല്ലേ? അതുപോലെ നിക്ക് വ്യൂജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശസ്തനായിട്ടുള്ള ഒരു സ്പീക്കറുണ്ട്, റൈറ്ററൊക്കെയാണ്. അദ്ദേഹത്തിന് കൈകളില്ല, കാലുകളുമില്ല. പക്ഷെ അദ്ദേഹം പറന്ന് നടന്ന് ക്ലാസ്സുകൾ എടുക്കുന്നു, ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിക്ക്. അങ്ങനെ പല ഉദാഹരണങ്ങളും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ, ചിന്തകൾ ശരിയാണെങ്കിൽ വിജയം നമുക്ക് അർഹതപ്പെട്ടതാണ്. വിജയം നമ്മിലേക്ക് വരും. ഇനി പലപ്പോഴും നമുക്കൊക്കെ ഒരു സംശയമുണ്ട്, നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ യൂണിവേഴ്സൽ എനർജി, പ്രപഞ്ചശക്തി, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ശക്തി നമ്മളെ ഇവിടെ ജീവനോടെ നിലനിർത്തിയിരിക്കുന്നു എങ്കിൽ, അതായത് ആ ജീവശക്തി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണത്. അപ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും. ജീവനില്ലെങ്കിൽ അവിടെ വിജയത്തിന് അർത്ഥവുമില്ല, അല്ലെങ്കിൽ വിജയിക്കുവാനും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ശരീരമുണ്ട്, അനങ്ങുന്ന ശരീരമുണ്ട്, ചിന്തിക്കുവാനുള്ള ബ്രെയിനുമുണ്ട്, ശക്തിയുമുണ്ട്, മനസ്സുമുണ്ട്, ശരീരവുമുണ്ട്. അതിനർത്ഥം നമുക്ക് വിജയിക്കുവാൻ ആവശ്യമുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നിട്ടും എന്തേ വിജയിക്കാത്തത്? അത് ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ അതിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിന് വേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിതിലൂടെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഫോൺ എടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എനിക്ക് എടുക്കണം തോന്നി, ഞാനിത് എടുത്തു. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. അതെടുക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ കൈ നീട്ടി അതെടുക്കും, കുടിക്കും. ഇത് ഞാനൊരാഗ്രഹം മനസ്സിൽ വന്നു, അത് നടപ്പിലാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് അത് നടക്കുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ഇറ്റ്സ് റിയലി പോസിബിൾ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുടിക്കാൻ വേണ്ടി ആ ഗ്ലാസ് വെള്ളം എടുക്കുന്നു. ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അവിടെ ഞാനൊരു ആഗ്രഹം വെച്ച് പുലർത്തി ഇത് നടക്കുമോ, നടക്കാതിരിക്കുമോ എന്നൊന്നും എനിക്ക് അവിടെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും. ഇത് ഒരു ചെറിയ ഒരു ഉദാഹരണം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപ വേണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ
അത് നടക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ! 1,00,00,000 രൂപയോ? എനിക്ക് ആകെപ്പാടെ ഒരു ജോലിയുള്ളത് അതിന്ന് കിട്ടുന്ന ശമ്പളം തന്നെ എനിക്ക് തികയുന്നില്ല. പിന്നെ 1,00,00,000 രൂപ ഞാനിങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും എന്ന് ചിന്ത വരും. ഇല്ലേ? വരും. അപ്പോൾ എൻ്റെ വരുമാനം അത് ഓക്കെ അല്ല. എനിക്ക് മറ്റ് ഇൻകം സോഴ്സുകളില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ 1,00,00,000 എന്ന ലക്ഷ്യം അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്നു. ഈ ആഗ്രഹത്തിനും 1,00,00,000 എന്ന എമൗണ്ട് കിട്ടുന്നതിന് ഇടയിലുള്ള ആ കാലഘട്ടത്തിലുള്ള ചിന്തകൾ, ആ ചിന്തകൾ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഫലം? ആ ചിന്തകൾ അവിടെ ഇല്ല. അതായത് എനിക്ക് സാധിക്കില്ല, എൻ്റെ വരുമാനം ഇങ്ങനെയാണ്, എനിക്ക് 1,00,00,000 ഒന്നും സമ്പാദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഫലം? ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. ഇത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ശാരീരികമായിട്ട് വളരെ വെയിറ്റൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഒരു സിക്സ് പാക്ക് നേടുക എന്നുള്ളതാണ്. അതായത് നല്ലൊരു ഫിറ്റ് ട്രിം ആയിട്ടുള്ള ഒരു സിക്സ് പാക്ക് ബോഡി നിങ്ങൾക്ക് വേണം. അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം കുറച്ചപ്പുറത്ത് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, അയ്യോ! എനിക്ക് ഇത്ര ഭാരമാണ്, എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, ഞാൻ എപ്പോഴും ക്ഷീണിച്ചിട്ടാണ്, എനിക്ക് ഒരിക്കലും അത്തരത്തിലാവാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഈ ചിന്തകൾ വരുമ്പോൾ, ഈ വിശ്വാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യില്ല. കാരണം ഇത് പോസിബിൾ അല്ല എന്ന് നമ്മൾ 100% ഉറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗ്ലാസ്സിലെ വെള്ളം എടുക്കുക എന്നുള്ളത്, ആ ഗ്ലാസ്സിലെ വെള്ളം എടുക്കുക എന്നുള്ള സംഭവം നമ്മൾ ആഗ്രഹിക്കുന്നു, എടുക്കാൻ പോകുന്നു, കുടിക്കുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കിത് പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിത് സാധ്യമല്ല, ഗ്ലാസ് കുറച്ച് അപ്പുറത്താണ് ഇരിക്കുന്നത്, ആ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്നറിയില്ല, അപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലല്ലോ, അല്ലേ? പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ്സിൽ വെള്ളം എടുക്കില്ല. അതായത് ആ ഗ്ലാസ് വെള്ളം അവിടെ ഇരിക്കുന്നത് കുറച്ച് അപ്പുറത്താണ്, അത് വേറെ ആരെങ്കിലും വെച്ചതായിരിക്കുമോ, ഇനി ഞാനത് കുടിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ആ വെള്ളം നല്ലത് തന്നെയാണോ, ഇങ്ങനെ നമ്മൾ 100,000 ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഗ്ലാസ് വെള്ളം എടുക്കില്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം നമുക്കത് വ്യക്തമായിട്ട് അവിടെ കാണാനും സാധിക്കുന്നുണ്ട്. നമുക്ക് ദാഹിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോയിട്ട് എടുക്കുന്നു, കുടിക്കുന്നു. എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുത്തി നിറയ്ക്കുന്നു. നമുക്ക് സാധിക്കില്ല, കഴിയില്ല, പറ്റില്ല, ഞാൻ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല. ഇങ്ങനെ 100,000 ചിന്തകൾ വന്ന് നമ്മുടെ ആഗ്രഹത്തിൻ്റെയും നമ്മുടെ ലക്ഷ്യത്തിൻ്റെയും ഇടയിൽ വന്ന് ഫില്ലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തത് നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ആ ലക്ഷ്യത്തിനും ഇടയിൽ ഉള്ള ഗ്യാപ്പിൽ ചിന്തകളാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളെ താഴോട്ട് വലിക്കുന്ന, നമ്മളെ ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ അനുവദിക്കാത്ത ചിന്തകൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ആ ചിന്തകളെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത്, ക്ലീൻ ചെയ്ത്, നല്ല ചിന്തകൾ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ചിന്തകളെ ഇല്ലായ്മ ചെയ്ത്, ഈ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് അവിടെ നമുക്ക് സാധിക്കും, എനിക്കതിന് കഴിയും എന്ന തരത്തിലുള്ള ബിലീഫുകൾ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളറിയാതെ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലെസണാണ്, ഒരു ടൂളാണ്. ഇത് നിങ്ങൾ ശരിക്കും ഉള്ളിലേക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ സാധിക്കും. നിങ്ങളൊരു ഒരു ഓപ്പൺ മൈൻഡോടുകൂടെ, ഒരു റിസപ്റ്റീവ് മൈൻഡോടുകൂടെ നിങ്ങളിതിനെ കേൾക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്,
അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേടണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ ജീവിതമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു എഴുത്തുകാരനാവുക, അതുപോലെ ഒരു കരിയർ, നല്ലൊരു കരിയർ തേടി പിടിക്കുക. ഇങ്ങനെ ഏതാണോ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ആഗ്രഹങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹത്തിനും ഇടയിലുള്ള ചിന്തകളെയും വിശ്വാസങ്ങളെയും നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഈ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അതായത് നിങ്ങൾ പിന്നീട് ഒരു പ്രവൃത്തിയും ചെയ്തില്ല ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങളുടെ വിശ്വാസം എന്താ? എനിക്കത് സാധ്യമല്ല എന്ന്. അപ്പോൾ ഈ സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ ചിന്തകളും ബിലീഫും ഇമോഷൻസുമാണ്. സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയും അതിൽ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടുകയും സോൾവ് ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടുവാൻ സാധിക്കും. നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വപ്നം, ലക്ഷ്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു വഴി അവിടെ തുറന്നു വെക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങുക. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യമുണ്ട്, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ നടന്നെടുക്കുന്ന സമയത്ത് പല പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ വരാം. അതിനെ നിങ്ങൾ മെല്ലെ മെല്ലെ നേരിട്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു വലിയ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ നിശ്ചലനായിട്ട് നോക്കി നിന്ന് പിന്നെ തിരിഞ്ഞ് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ വഴി കുറച്ച് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തുറന്ന ഒരു വഴി കിടക്കുന്നത് കാണാം. അതിലൂടെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വഴിയിലേക്ക് വരാം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ആ ബ്ലോക്കിലെത്തുന്ന സമയത്ത് ഇതോടെ തീർന്നു, ഇനി എനിക്കൊരു രക്ഷയില്ല, ഒരു വഴിയില്ല, ഞാൻ ഉപേക്ഷിക്കുകയാണ്. നമ്മൾ ഉപേക്ഷിക്കുന്നത് തിരിച്ചു പോരുന്നു. പക്ഷേ നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ യെസ്, അവിടെ പോസിബിലിറ്റീസ് ഉണ്ട്, സാധ്യതയുണ്ട്, മറ്റു വഴികളുണ്ട്. അങ്ങനെ നമ്മളത് കണ്ടെത്തുകയും ആ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്ക് അല്ലെങ്കിൽ ആ പ്രതിസന്ധി അവിടെ തീരുകയും ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരു പക്ഷേ വീണ്ടും വന്നേക്കാം. വീണ്ടും നമ്മൾ ക്വിറ്റ് ചെയ്യാതെ മറ്റു വഴികൾ അന്വേഷിച്ചേക്കാം. അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മെൻറ്ററിനോട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടാവാം, നിങ്ങളുടെ കോച്ചിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ സുഹൃത്തിനോടോ നിങ്ങളുടെ അടുത്ത ബന്ധുവിനോടോ മറ്റോ ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ നല്ല ഇൻസൈറ്റുകൾ, ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കും ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു തുറന്ന മനസ്സോടുകൂടെ ഒന്ന് ഫ്ലെക്സിബിളായിട്ട് നമ്മളെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ചിലപ്പോൾ കൺസൾട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം, നമുക്ക് ആശയങ്ങൾ ലഭിക്കും. പലപ്പോഴും ഇങ്ങനെ പ്രതിസന്ധി വരുന്ന സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇത് സാധ്യമല്ല, ഞാൻ എന്തിനാ വെറുതെ എൻ്റെ സമയവും എഫേർട്ടും ഉപയോഗിച്ചത്, ഇത് വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും വേസ്റ്റ് അല്ല. നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുമ്പോൾ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള കരുത്തുകളൊക്കെ അവിടെ പൂർവാധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ വയ്ക്കുക, ആഗ്രഹങ്ങൾ വയ്ക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഇടയിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ മാത്രമാണ്, നമ്മുടെ ബിലീവ്സ് മാത്രമാണ്. എനിക്കതിന് സാധിക്കില്ല, എനിക്കതിന് കഴിയില്ല എന്ന തരത്തിലുള്ള ചിന്തകളും ബിലീവ്സുമാണ് നമ്മളെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ പുരോഗതിയിലേക്ക്, വിജയത്തിലേക്ക് നടന്നെടുക്കും. നമ്മൾ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളും മെഡിറ്റേഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ പറയുന്ന അനാവശ്യ ചിന്തകൾ, ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതിനൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഒരു ആഗ്രഹം വയ്ക്കും, പിന്നെ നമ്മൾ കുറേയൊക്കെ അത് മറക്കും,
നമ്മളെ ചുറ്റുപാടിൽ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ന്യൂസിൽ എന്ത് കാണുന്നു, നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് കാണുന്നു, അങ്ങനെ അതിലൊക്കെ അങ്ങനെ നമ്മൾ രസം പിടിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കും, ഓ എൻ്റെ ആഗ്രഹം, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ആ ചെയ്തു. എന്ത്? ഞാൻ ഒന്ന് ചിന്തിച്ചു. പിന്നെ ആ ചിന്ത വിട്ടു. പിന്നെ ആ ചിന്ത വിട്ടു നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകിപ്പോയി. എന്നാൽ ആ കാര്യത്തിലേക്ക് നമ്മളെ നിലനിർത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും മറ്റും നമ്മൾ റെഗുലറായിട്ട് രാവിലെയൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമ്മളുടെ ആ പോസിറ്റീവ് എനർജി വളർത്തിയെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യങ്ങളിലെത്തുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം കൊണ്ടുവരുവാനും സാധിക്കും. അപ്പോൾ അതിന് ഈ ചിന്തകളെ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിന്തകളിൽ നിന്നാണ് നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. തീരുമാനങ്ങളിൽ നിന്നാണ് നമ്മുടെ ആക്ഷൻസ് ഉണ്ടാകുന്നത്. നമ്മുടെ ആക്ഷൻസിൽ നിന്നാണ് നമ്മുടെ റിസൾട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ വിജയം, ലക്ഷ്യം ഒക്കെ നമ്മൾ നേടുന്നത്. അപ്പോൾ ചിന്തകൾ ശരിയല്ലെങ്കിൽ, മൈൻഡ് സെറ്റ് ശരിയല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും നേടുവാൻ സാധിക്കില്ല. നമ്മൾ ഈ പോകുന്ന പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്ക് ഭയമാണ്. അതായത് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയാൽ, വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആളുകൾ എന്ത് പറയും? ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നടക്കുന്ന ആ ഒരു കംഫേർട്ട് സോണിൽ ഞാൻ വിട്ടു പോകില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ ഇതൊക്കെ ഒരു ഒരു പടയാളികളുടെ കൂട്ടം പോലെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിത് തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരക്കിൽപ്പെട്ട്, ജോലിയിൽപ്പെട്ട്, നമ്മുടെ സോഷ്യൽ മീഡിയകളിലും കംഫേർട്ടിലൊക്കെ പെട്ട് ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ പിറകിൽ കുറേ ആളുകൾ, കുറേ പടയാളികൾ നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ട് വിജയത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ഈ ചിന്തകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത്, ഈ അനാവശ്യ ബിലീഫ്സിനൊക്കെ ക്ലിയർ ചെയ്ത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിജയത്തിന് വേണ്ടി പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളത് വളരെ ഈസിയാണ്. ചിന്തകളാണ് നമ്മുടെ പ്രശ്നം. എന്നാൽ ഈ ചിന്തകളെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ചിന്തകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പടയാളികളായി മാറുകയും ചെയ്യും. അതിന് നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണം. അതിനർത്ഥം നിങ്ങൾ ഒരു ചിന്തകളും ചിന്തിക്കാതെ മുഴുവനായിട്ട് മനസ്സ് ശൂന്യമാക്കി വെക്കണം എന്നുള്ളതല്ല. ചിന്തകൾ അത് വരും. അത് വന്നുകൊള്ളട്ടെ. അത് നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ ഇതിലൂടെയൊക്കെ നമുക്കത് പഠിക്കുവാൻ സാധിക്കും. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് മഴ പെയ്യരുതേ എന്ന് പറയാൻ സാധ്യമല്ല. അതിലർത്ഥമില്ല. മഴ പെയ്തുകൊണ്ടിരിക്കും. അത് നോർമലായിട്ടുള്ളൊരു കാലം. ഒരു 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 കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് കുട പിടിച്ച് നമുക്ക് മഴ നനയാതെ ഇരിക്കാം. വെള്ളം ഒഴുകി പോകുമ്പോൾ ആ വെള്ളത്തെ തിരിച്ചുവിട്ട് നമുക്ക് ആവശ്യമുള്ള കൃഷിയിലേക്കും മറ്റും മാറ്റുവാൻ സാധിക്കും. പക്ഷേ അതിന് പകരം അയ്യോ ഈ വെള്ളം ഒലിച്ചു വരുന്നുണ്ടല്ലോ, ഇതെന്താ വെള്ളം ഒലിക്കുന്നു, മഴ എന്താ പെയ്യുന്നത്, അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു മാറ്റവും വരുവാൻ പോകുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ ചിന്തകളെ റിഫൈൻ ചെയ്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിജയിക്കുന്ന ആളുകൾ അവർ വീണ്ടും വീണ്ടും വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. സമ്പത്തുള്ള ആളുകൾ അവർ വീണ്ടും വീണ്ടും സമ്പത്തുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന് കാരണം എന്താ? അത് അവരുടെ തിങ്കിങ് പാറ്റേൺ ബോധപൂർവമോ അല്ലെങ്കിൽ അബോധപൂർവമോ അവരങ്ങനെ ആക്കിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പോൾ അത്തരം ചിന്തകൾ ഉള്ളിൽ നടക്കുന്ന സമയത്ത് അത്തരം അനുഭവങ്ങളെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലുള്ള ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ചിന്തകൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം. ഇപ്പോൾ നിങ്ങളൊരു ലക്ഷ്യം വെച്ചു. 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത്ര ഇൻകം നിങ്ങൾ അല്ലെങ്കിൽ ഇത്ര സേവിങ്സ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഡിസംബറിൽ യൂറോപ്പിലേക്കൊരു യാത്ര പോവുക. അതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടും മറ്റും പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 6 മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള പണം നേടിയെടുക്കുവാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ എവിടെ നിൽക്കുന്നു. 6 മാസം എന്ന ഗ്യാപ്പ് അവിടെയുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളിലൂടെയാണ് നിങ്ങളുടെ പ്രവർത്തികൾ നടക്കുന്നത്. ആ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നിങ്ങളുടെ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരിയായിട്ടുള്ള ബിലീഫുകൾ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ആ ഡിസംബറിൽ ആ യാത്ര പോകും. മറിച്ച് ഈ ഗ്യാപ്പിനിടയിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, ഓ ഇതിനൊക്കെ പൈസ എവിടെ നിന്ന് കിട്ടും, ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ, ഈ ഒരുപാട് പൈസ വേസ്റ്റായി പോകും, വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഡിസംബറിൽ നടക്കുകയില്ല. അത് പിന്നെ വീണ്ടും ഒരു ആഗ്രഹമായിട്ട്, ഓക്കെ എന്നാൽ അടുത്ത വർഷം നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയേക്കാളും, ഇപ്പോൾ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയേക്കാളും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനെ, നമ്മുടെ ചിന്തകളെ നമ്മൾ ശരിയായ രീതിയിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആക്കിയെടുക്കുക. മൈൻഡ് സെറ്റിനെ ശരിയായ രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. നല്ല വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും, ഈ പറ്റില്ല നടക്കില്ല എന്നുള്ള ചിന്തകളിൽ നിന്നും, മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്ന ചിന്തകളിൽ നിന്നും, നമ്മളെ തന്നെ കുറ്റം പറയുന്ന ചിന്തകളിൽ നിന്നും ഒക്കെ അകന്ന് നിന്ന് വളരെ ക്ലീൻ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള എനർജിയുമായി, മെൻ്റൽ എനർജിയുമായി മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ള ആ ഒരു ആവേശവും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കരുത്തും ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിന് ഒക്കെ നമ്മൾ ഓരോ പ്രോസസ്സുകൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ കുറേ കഴിഞ്ഞ കാലത്ത് നമ്മുടെ പാസ്റ്റിൽ കിടക്കുന്ന കുറേ അനാവശ്യ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യണം. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളുടെ എനർജി, നെഗറ്റീവ് എനർജിയെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം. ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കളയണം. അപ്പോൾ ഇതിനൊക്കെ ഓരോ പല പല പ്രോസസ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ കേൾക്കുന്ന ക്ലാസ്സുകളും മറ്റും, രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ ഇത് സാധിക്കും. അങ്ങനെ നമ്മൾ ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു മാഗ്നറ്റായിട്ട് മാറുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എത്രയോ ആളുകൾ സാമ്പത്തികമായും ആരോഗ്യപരമായും ബന്ധങ്ങളിലും ഒക്കെ നല്ല വിജയം നേടിയ എത്രയോ വ്യക്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകളെ ശരിയാക്കിയെടുക്കുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നോക്കൂ. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ദേഷ്യം, അസൂയ, കുറ്റപ്പെടുത്തൽ, അവനെ കുറ്റം പറയൽ, എല്ലാത്തിനും ജഡ്ജ് ചെയ്യൽ, എപ്പോഴും ദേഷ്യം, ഏഹ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് വർഷങ്ങളോളം നമ്മൾ ഉള്ളിൽ ഇട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കും? അപ്പോൾ അതിനൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക. നമ്മുടെ അറ്റൻഷൻ എവിടെയാണോ അവിടെയാണ് നമുക്ക് എനർജിയും സക്സസ്സും ഒക്കെ ലഭിക്കുന്നത്. നമുക്ക് അറ്റൻഷൻ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ തന്നെ കൂടെ ഉള്ള ആളുകളൊക്കെ എപ്പോഴും മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നു, ഗോസിപ്പിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നു, ലോകത്തിനെക്കുറിച്ച് കുറ്റം പറയുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൂപ്പിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങളത് ശരിക്കും എൻജോയ് ചെയ്യും. അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടും. നിങ്ങൾക്ക് അതിൽ നല്ല എൻജോയ്മെൻറ്റ് കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അങ്ങനെ കടന്നു പോകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ നെഗറ്റിവിറ്റിയും കുറേ വെറുപ്പും ദേഷ്യവും അത്തരത്തിലുള്ള ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. ആ സമയത്ത് നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും. ആ നെഗറ്റീവ് എനർജി വെച്ചിട്ട് നമുക്ക് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നിറവേറ്റാൻ സാധിക്കില്ല. ചെറിയ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ പോകും എന്ന് മാത്രം. നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മറ്റ് എല്ലാ മേഖലയിലുള്ള ഗ്രോത്തിനെയൊക്കെ അത് തടയും. എന്നാൽ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അറ്റൻഷൻ മാറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിൽ നല്ല കാര്യങ്ങളെക്കുറിച്ചാണ്, ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയതും വലുതുമായിട്ടുള്ള വലിയ ഒരുപാട് വിജയങ്ങളെക്കുറിച്ചിട്ടാണ്, നല്ല ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ്,
കാത്തു സൂക്ഷിക്കേണ്ട ക്ലാസ്സുകളെ കുറിച്ചിട്ടൊക്കെയാണ്. മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി പോസിറ്റീവാക്കി വെക്കേണ്ട പുസ്തകങ്ങളും ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളൊക്കെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അത്തരം ആളുകളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അതിന് അനുസരിച്ച് ഉയർന്നു വരും. അപ്പോൾ ഇത് നമ്മുടെ ചോയ്സാണ്. പലപ്പോഴും അപ്പോൾ നമ്മൾ ഇങ്ങനെ ശരിയായ രീതിയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ഇത് വിധി കൊണ്ടല്ല, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടല്ല ആളുകൾ വിജയിക്കുന്നത്. അവരുടെ ഉള്ളിലെ മൈൻഡ് സെറ്റ്, തിങ്കിങ് പാറ്റേൺ അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിൽ ശരിയായിട്ടുള്ള ചിന്തകൾ നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മൾ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് അതിന് കാരണം മറ്റുള്ളവരാണ്, സമൂഹമാണ്, സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനാണ്, വ്യക്തികളാണ്, കുടുംബങ്ങളാണ്. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ചിന്തകൾ, തീരുമാനങ്ങൾ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൊസിഷനിൽ ഇരിക്കുന്നത്. അത് നല്ലതോ ചീത്തയോ ആവട്ടെ. ഇന്നു മുതൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ, എൻ്റെ തിങ്കിങ് പാറ്റേൺ, എൻ്റെ മൈൻഡ് സെറ്റ് ഇതിനനുസരിച്ചായിരിക്കും വരുന്ന നാളുകളിൽ ഞാൻ ആയി മാറുന്നത്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വമായിട്ട് മാറുന്നത്. അത് മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടുകൂടെ നല്ല ചിന്തകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന ബിലീഫ്സുകൾ, ലിമിറ്റിംഗ് ബിലീഫ്സ്, എനിക്ക് സാധിക്കില്ല, പറ്റില്ല, ഇങ്ങനെയുള്ള ബിലീഫുകളൊക്കെ മാറ്റുക. നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ഇതൊക്കെ ഒന്ന് ബോധപൂർവ്വം നമ്മൾ ശ്രമിച്ചു നോക്കുക. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് നമ്മളെ തന്നെ ഉന്തി തള്ളി കൊണ്ട് ചെന്നിടുക. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ അതിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. നമ്മൾ പോസിറ്റീവായിട്ട് മാറാൻ തുടങ്ങും. നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി അനുഭവപ്പെടും. നമുക്ക് നല്ല എനർജി, കാര്യങ്ങൾ ചെയ്യുവാനുള്ള എന്തൂസിയാസം, ഉണർവ്, ഉന്മേഷമൊക്കെ അനുഭവപ്പെടും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. മടി, അലസത ഇതൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. സ്ട്രെസ്സ്, ടെൻഷൻ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. വല്ലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ ദേഷ്യമോ ഒക്കെ വന്നു കഴിഞ്ഞാലും അത് കൂടുതലൊന്നും നീണ്ടു നിൽക്കില്ല. നമ്മളെപ്പോഴും ആ ഒരു പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ പോസിബിളാണ്. നമ്മുടെ ചിന്തകളൊന്ന് മാറ്റി, നമ്മളെ തിങ്കിങ് പാറ്റേൺ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കില്ല. അത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ, ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഇത്തരം ക്ലാസ്സുകളിലും ഇതുപോലെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്ത് നോക്കൂ. കാരണം വർഷങ്ങളായിട്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ലഭിച്ചിട്ടുള്ളത്. അത് ഒരു ദിവസം കൊണ്ട് മാറില്ല. ഒരു പുതിയ വഴി വെട്ടി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ പുതിയൊരു പാത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. പോസിറ്റീവായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള വഴി. അതിന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ വഴി നമ്മൾ തെളിച്ചുണ്ടാക്കി മുന്നോട്ട് പോവുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചത്. ആളുകൾ തന്നെ നിങ്ങളോട് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടല്ലോ, എപ്പോഴും വളരെ ഹാപ്പിയാണല്ലോ, വളരെ എനർജറ്റിക് ആണല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ, ഇതെന്താണ് സംഭവം? ആളുകൾ വന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ മാജിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ മാറ്റുക. നമ്മുടെ ചിന്തകൾ നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള പാറ്റേണിലേക്ക് മാറ്റുക. അതിന് വേണ്ട എഫേർട്ടുകൾ നമ്മളെടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു പുസ്തകമോ പേപ്പറോ എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. ഞാൻ സ്ഥിരമായിട്ടും ചിന്തിക്കാറുള്ള ചിന്തകൾ എന്തിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ, ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ലഭിച്ചോണമെന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ഉള്ളിലോട്ട് ഇറങ്ങി നിങ്ങൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിന്തകളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരികയും നിങ്ങളുടെ പെന്നിലൂടെ അത് പേപ്പറിൽ എഴുതുവാൻ സാധിക്കുകയും ചെയ്യും. എന്ത് ചിന്തകളാണ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ വല്ലാതെ ബോദർ ചെയ്യുന്നത്? അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ കടത്തെക്കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടായിരിക്കാം,
നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, ഇങ്ങനെ പലതും ആയിരിക്കാം. അപ്പോൾ ആ ചിന്തകളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വെച്ച് ഇതിന് പകരമായിട്ട് എനിക്ക് എന്ത് ചിന്തിക്കുവാൻ സാധിക്കും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമുള്ള എത്തരം ചിന്തകൾ എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അങ്ങനെ ആ ചിന്തകളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അതായത് എനിക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലി ചെയ്യാൻ പറ്റും ഇപ്പോഴുള്ള ജോലിയുടെ കൂടെ. അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ആ ബിസിനസ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. ബന്ധങ്ങളൊക്കെ മോശമാണ് എന്ന ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഇത്രയും കാലം കടന്നു പോകുന്നതെങ്കിൽ അതിന് പകരമായിട്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് എൻ്റെ ബിഹേവിയറിൽ, എൻ്റെ ക്യാരക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിനെക്കുറിച്ച് എഴുതി വയ്ക്കാം. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. ഇങ്ങനെ എഴുതി വെച്ച് ഈ ചിന്തകളൊക്കെ ഒന്ന് ബോധപൂർവം ചിന്തിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കില്ലാത്ത കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഏഹ്, നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് അതിന് ഓപ്പോസിറ്റായിട്ട് എനിക്കെങ്ങനെ നേടാം, എനിക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക. കാരണം ഇത്രയും കാലം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. മറിച്ച് നമ്മൾ എങ്ങനെ അതിൽ നിന്നും എങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നേട്ടങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളുടെ നേടുന്നതിനെക്കുറിച്ച് ആണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ അതിലേക്കാണ് നടക്കുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ജീവിതം വരുന്നത്. നമ്മുടെ വിജയങ്ങളും വരുന്നത് ആ ചിന്തകളിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഈ പരാജയ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, നമ്മളെ താഴ്ത്തുന്ന ചിന്തകൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു വർഷങ്ങളായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പരാജയങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്കിതെങ്ങനെ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക. അതിന് പകരം ഇതിനെന്താ സൊല്യൂഷൻ, ഇതിനെന്താണ് പരിഹാരം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് എല്ലാത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികൾ, അതിൽ വികാരം കൊള്ളുകയും അതിനെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴും ഒരു പരാജയത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കും. അവർക്ക് വീണ്ടും വീണ്ടും അത്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു വിക്റ്റിം അല്ല, ഒരു ഹീറോ ആണ്. വിക്റ്റിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്റ്റിം എപ്പോഴും ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, ഈ രീതിയിലൊക്കെ എങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നു. എന്നാൽ ഒരു ഹീറോ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് എങ്ങനെ കടക്കാം എന്ന സൊല്യൂഷൻ തേടുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു. ആ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറുക. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറുന്ന സമയത്ത് വിജയം സുനിശ്ചിതമാണ്. അത്തരം തിങ്കിങ് പാറ്റേൺ, ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്താണ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് അലേർട്ട് ആവണം. അല്ലാതെ അയ്യോ ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൊല്യൂഷനെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് പല മേഖലകളിലും വിജയം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എപ്പോൾ നിങ്ങളൊരു ലക്ഷ്യം വയ്ക്കുന്നുവോ നിങ്ങളുടെ ഇടയിലും ലക്ഷ്യത്തിനിടയിലും എത്തരം ചിന്തകളാണ് വരുന്നത്, അവയൊന്ന് ക്ലിയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാണ്, നിങ്ങളുടെ വിജയം സാധ്യമാണ്. ഇനി നിങ്ങളെല്ലാവരും ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക് മെഡിറ്റേഷനും ഇതുപോലെ മൈൻഡ് പവർ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാമിലേക്ക്, അഥവാ എന്നും നടക്കുന്ന ആ ക്ലാസ്സിലേക്ക്, ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്യാനുള്ള, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അത് അവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായിക്കും. താങ്ക് യു.